സ്പോർട്സ് രംഗത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളായിട്ടുള്ള നൈക്കി, അഡീഡാസ് പോലത്തെ ബ്രാൻഡുകളോട് കോമ്പീറ്റ് ചെയ്ത് ഇന്ന് നമ്പർ 1 സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡുണ്ട് ഡിക്കാത്ലോൺ. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി അവരുടെ മാംഗ്ലൂരുള്ള ഷോറൂം അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ആണ് ആദ്യമായിട്ട് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആഗോള ബ്രാൻഡുകളോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നമ്പർ 1 സ്ഥാനത്തേക്ക് ഡിക്കാത്ലോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കയറി എത്തുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് കസ്റ്റമേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് ഒക്കെ നേരിട്ട് കണ്ട് തൊട്ട് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുമ്പേ ഒരു വീഡിയോയിൽ ഞാനിത് പറഞ്ഞിരുന്നു. നമ്മുടെ പ്രോഡക്ട്സ് എങ്ങനെ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സ്ട്രാറ്റജിയാണിത്. അതായത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഷോറൂമിനകത്തേക്ക് കയറി ചെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ചോദിച്ച് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അതിനകത്ത് ചെന്ന് അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. വൺസ് ഒരു പ്രോഡക്റ്റ് ഒരാൾക്ക് സ്വന്തം കയ്യിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ്, അതായത് അത് എൻ്റെ സ്വന്തം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുകയും ആ ഫീലിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഏർജ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഡിക്കാത്ലോൺ യൂസ് ചെയ്തത്. ഞങ്ങൾ ആക്ച്വലി അവിടെ പോയതും ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയായിരുന്നു, ഒരു ഗിയർ സൈക്കിൾ, ഒരു മൗണ്ടൻ ബൈക്ക്. അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു നോർമൽ കോൺഫിഗറേഷൻ ഉള്ള ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സാധനങ്ങളൊക്കെ വളരെ വളരെ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വളരെ വളരെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഷോറൂം എന്ന് തന്നെ പറയാം. വളരെ സ്പേഷ്യസ് ആണ്. ഒരുപാട് സ്പേസിൽ നമുക്ക് എല്ലാം എക്സ്പീരിയൻസിന്, ഇപ്പം ബാഡ്മിൻ്റൺ ആണെങ്കിൽ അത് കളിക്കാനുള്ള സ്പേസ്, ഇനി സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള സ്പേസ്, സ്കേറ്റ് ബോർഡിങ്ങിനുള്ള സ്പേസ്, സൈക്ലിങ്ങിനുള്ള സ്പേസ്, ഇൻ ബിറ്റ്വീൻ നമുക്ക് ആ ഷോറൂമിനകത്തൂടെ പോലും ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകാനുള്ള പല പല സെറ്റപ്പുകൾ അവർ ആക്കി വെച്ചിട്ടുണ്ട്. അവർ നമ്മൾ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി അവിടെ നിന്ന് നമുക്ക് ടേബിൾ ടെന്നീസൊക്കെ കളിക്കാം, നോ പ്രോബ്ലം. അവിടുത്തെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. അത് നമ്മൾ എവിടെ വെച്ചിട്ട് പോയാലും അവർ തന്നെ എടുത്ത് അടുക്കി വെച്ചോളും, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളവിടെ കയറിയാൽ വാങ്ങണമെന്നൊരു നിർബന്ധമില്ല. അവിടുത്തെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് കണ്ട് തൊട്ട് ഉപയോഗിച്ച് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ സൈക്കിളൊക്കെ നമ്മൾ അതിൻ്റെ അകത്തോടെ ഓടിച്ചപ്പോൾ നമുക്ക് ഓരോ പുതിയ മോഡൽ കൊണ്ടുതരും, ഓടിച്ച് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഓടിച്ച് നോക്കി നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഒരു 21 ഗിയർ ഉള്ള ഒരു മൗണ്ടൻ ബൈക്കാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രൈസിനെക്കാട്ടിലും ഇരട്ടിയിലധികം പ്രൈസ് ഉള്ള ഒരു സാധനമാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. സോ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് എന്ന് അറിയാൻ, ഉപയോഗിക്കാൻ, ഫീൽ ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എത്ര എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എത്ര ചീപ്പ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, വൺസ് ആ കസ്റ്റമറിൻ്റെ കയ്യിൽ അത് വന്നു കഴിഞ്ഞാൽ ഹി ഓർ ഷീ വിൽ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഹെർ ഓൺ അല്ലെങ്കിൽ ഹിസ് ഓൺ പ്രോഡക്റ്റ്, നമ്മുടെ സ്വന്തം സാധനമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആ തോന്നൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങളുടെ സെയിൽസ് നന്നായിട്ട് ബൂസ്റ്റ് ആവും. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും ഒരുപാട് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ ഇൻവെൻഷൻസും ഇന്നോവേഷൻസും വരുന്നുണ്ട്. പക്ഷേ ഇത് കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കണമെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടാ, എങ്ങനെ വൃത്തിക്ക് സെയിൽസ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനൊക്കെയുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ സ്ട്രാറ്റജീസ് ഒരുപാടുണ്ട്. അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ ചെറിയ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബ്രാൻഡുകളായിട്ട് തുടങ്ങിയവർ പോലും ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്യുകയും കോടികളുടെ ടേൺ ഓവറുള്ള ബിസിനസ്സായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടാണ്, വെറും ചിരട്ടയിൽ നിന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി അവരെത്രയോ കോടി രൂപ ടേൺ ഓവറിലേക്ക് ഒരു വർഷം കൊണ്ട് കയറി എന്നുള്ളതാണ്. അതുപോലെ IT ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ലക്ഷങ്ങൾ സാലറി വാങ്ങി IT ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ ഇന്ത്യയിലേക്ക് തിരിച്ച് വന്ന് അവർ ഈ പറയുന്ന എല്ലാ പരിപാടിയും നിർത്തി വെച്ചിട്ട് IT കമ്പനി ആ ഒരു വർക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സമൂസ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ വട ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോടീശ്വരന്മാരായിട്ടുള്ളവരുണ്ട്. സോ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയാമെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾ ഇറക്കുമെങ്കിൽ, നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾ നല്ലൊരു വാല്യൂ കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ സെയിൽസ് വിൽ ഗോ ഹൈ.